ഹായ് മക്കളെ, ഗുരുവായൂരപ്പൻ്റെ അമൃതത്തിനെ പറ്റിയൊരു കീർത്തനമാണ് ചൊല്ലുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പ ഭഗവാനെ ഉണ്ണു ഗുരുവായൂരപ്പ കൃഷ്ണ, കായാമ്പൂ വർണ്ണനാം കൃഷ്ണ ഭഗവാന്റെ മായാവിലാസങ്ങളാർക്കു ചൊല്ലാം. പണ്ടൊരു കാലം ഗുരുവായൂർ ശാന്തിക്കായി ഉണ്ടായിരുന്നിതോരന്തണേന്ദ്രൻ. പുത്രനെ പൂജിക്കങ്ങേൽപ്പിച്ചൊരു ദിനം തത്ര ഗമിച്ചിതു ശ്രാദ്ധത്തിനായി. എന്നും ഗുരുവായൂരപ്പൻ നൈവേദ്യത്തെ നന്നായി ഭക്ഷിക്കാറുണ്ടെന്നോർത്തു. അന്നു ഭുജിച്ചു കാണായിക നിമിത്തമായി ഉണ്ണി വിഷണ്ണനായി തീർന്നതപ്പോൾ. നല്ല പദാർത്ഥങ്ങളില്ലാഞ്ഞിട്ടായിടാം മല്ലാരി ഊണു കഴിക്കാത്തത് എന്നോർത്തു അടുത്തുള്ള ഒരാലയം തന്നിലും ചെന്നുടനുപമയും ധൈര്യം ഓടിപ്പോയി കൊണ്ടുവന്നു. ഭക്തി സംയുക്തനായി കോടക്കാർ വർണ്ണന്റെ മുൻപിൽ വച്ചു. ഉണ്ണുവാനായി പറഞ്ഞിതു പിന്നെയും കണ്ണനാണപ്പോഴും ഉണ്ടതില്ല. അന്നേരം ദുഃഖം കലർന്നുടൻ ഉണ്ണിയും നന്നജനോടേവമായി ഉണർത്തി. ഉപ്പുമാങ്ങയും ഉറതൈരും ഉണ്ടിനി കൈപ്പയ്ക്ക കൊണ്ടാട്ടം വേണോ കൃഷ്ണ. ഊണു കഴിക്കാഞ്ഞാൽ അയ്യോ വിശന്നു പോം ക്ഷീണിച്ചു പോയിടും. ക്ഷീണിച്ചു പോയിടും ദേഹമേറ്റം. അച്ഛൻ വന്നാൽ എന്നെ തല്ലുമറിഞ്ഞാലും അച്യുതനൂണു കഴിച്ചില്ലെങ്കിൽ. ഇത്തരം ബാലന്റെ ദീനപ്രലാപം കേട്ടാർത്തി നിഷൂദനായ കൃഷ്ണൻ. തന്നെ ഭജിക്കുന്നവർക്കു താൻ സ്വാധീനം എന്നും ജനങ്ങൾക്കു കാണിപ്പാനായി ദേവത്വം അപ്പോൾ മറന്ന ഭാവത്തോടെ നൈവേദ്യമെല്ലാം പൂജിച്ചു കൃഷ്ണൻ. എന്നതു കണ്ടു ധരണി സുരാത്മജൻ ഉന്നതാനന്ദാബ്ദി മഗ്നനായി. പാത്രം പുറത്തേക്ക് വച്ചോരു നേരത്ത് കാത്തു നിന്നിടും കഴകക്കാരൻ. ഭാജനം തന്നിലൊരു വറ്റും കാണാഞ്ഞ് ഭോജനം ഉണ്ണി കഴിച്ചെന്നോർത്തു. പാരം കുപിതനായി ചൊല്ലിനാൻ ഇത്തരം നേരുള്ള ഉണ്ണിയെ നോക്കി വേഗാൽ. സാമർത്ഥ്യം നന്നെത്രയും നിന്നുടെ ശാന്തി നിമിത്തമേ പട്ടിണിയായി. ചോറു മുഴുവനകത്തിരുന്നുണ്ടിട്ടു പാരാതെ പാത്രം പുറത്തുമിട്ടു. ആയിരുന്നു മോറുവാൻ വാരിയക്കാരുണ്ടോ അച്ഛൻ വരട്ടെ ഞാൻ കാട്ടിത്തരാം. ആക്ഷേപിച്ചുണ്ണിയോട് ഈ വണ്ണം ചൊല്ലിയിട്ട് അക്ഷിതി ദേവൻ വന്നപ്പോളോതി. ശിക്ഷിപ്പാൻ ഉണ്ണിയെ അച്ഛൻ മുതിർന്നപ്പോൾ പക്ഷീന്ദ്രവാഹനൻ മാരുദേശൻ. ശ്രീലകം തന്നിലിന്നേവ മരുൾ ചെയ്തു ബാലനെ തല്ലേണ്ട ഉണ്ണതു ഞാൻ. ഊണു കഴിച്ചവർക്കടി കൊള്ളുവാൻ ഞാനിതാ സന്നദ്ധനാണറിയുക. ഗംഭീരമാകും അശരീരി വാക്കുകേട്ട് അമ്പരെന്നെല്ലാരും സംഭ്രമിച്ചു. ഉണ്ണിയെ വാഴ്ത്തി സ്തുതിച്ചവരെല്ലാരും കണ്ണന്റെ വൈഭവം ചിത്രമോർത്തു. നന്മനി ഇല്ലത്തെ കുഞ്ഞുണ്ണി ആണുപോൽ നമ്മുടെ സൽക്കഥാപാത്രമായാൽ. ഭക്തിയോട് ഈ കഥ ചൊല്ലും ജനങ്ങൾക്കു ഭക്തിയും മുക്തിയും സംഭവിക്കും. ഹായ് മക്കളെ, സുദർശന ചക്രത്തെ പറ്റി ഒരു കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉത്ഭവത്തെ കുറിച്ച്. അസുരന്മാരും ദേവന്മാരും ആയുള്ള യുദ്ധത്തിൽ അസുരന്മാർ ദേവന്മാരെ തോൽപ്പിച്ചു. അവർ ദേവന്മാരെ മഹാവിഷ്ണുവിനെ സമീപിച്ച് അസുരന്മാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഈ സമയത്ത് വിഷ്ണുദേവന്മാരോട് അസുരന്മാരെ പരാജയപ്പെടുത്തുവാനായിട്ട് ആവശ്യമായ ആയുധം കൈവശമില്ലാത്തതിനാൽ ഇല്ല. എങ്കിലും മഹാവിഷ്ണു ശിവനിൽ നിന്ന് സഹായം തേടുവാനായിട്ട് ശിവന്റെ അടുത്തേക്ക് പോയി. ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന പരമശിവനെ കണ്ട് വിഷ്ണുവും തപസ് ചെയ്യുവാൻ തുടങ്ങി. ആയിരം താമരപ്പൂക്കൾ കൊണ്ട്
ശേഖരിച്ച് ശിവനെ ആരാധിക്കുവാൻ അർച്ചന തുടങ്ങി. മഹാവിഷ്ണുവിന്റെ പ്രാർത്ഥനയിൽ ശിവൻ അതീവ സന്തുഷ്ടനായി. എങ്കിലും വിഷ്ണുവിന് തന്നോടുള്ള ഭക്തി പരീക്ഷിക്കുവാനായിട്ട് 1000 താമരപ്പൂക്കളിൽ ഒരെണ്ണം പരമശിവൻ മറച്ചു വച്ചു. ശിവനാമം ജപിച്ചുകൊണ്ട് താമരപ്പൂക്കൾ സമർപ്പിക്കുമ്പോൾ അവസാനത്തെ ഒരു താമരപ്പൂവിന് കുറവ് കണ്ടെത്തി. വിഷ്ണുവിന് ഒരു പൂവ് കൂടി വേണം പൂജിക്കുവാൻ. അത് തേടിപ്പോയാൽ തൻ്റെ പൂജയ്ക്ക് ഭംഗം വരുമെന്ന് മഹാവിഷ്ണു കരുതി. എല്ലാവരും താമരക്കണ്ണൻ എന്ന് വിളിക്കുന്ന അതിനാൽ തൻ്റെ കണ്ണുകൾ താമരപ്പൂക്കളെ പോലെയാണെന്നതിനാൽ പറിച്ചെടുത്ത് 1000 താമരപ്പൂക്കൾ തികച്ച് ശിവന് സമർപ്പിച്ചു. മഹാവിഷ്ണുവിന്റെ ഭക്തിയിൽ പ്രീതനായ ശിവൻ വിഷ്ണുവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിനക്ക് എന്തു വരം വേണമെങ്കിലും തരാം. ഇത് കേട്ട് വിഷ്ണു ലോകത്തിന്റെ അധർമ്മത്തിലുള്ള ദുഷ്ടതയുടെയും നാശത്തിന്റെയും ശക്തികൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് എൻ്റെ കർത്തവ്യം അതാണല്ലോ മഹാദേവ. എല്ലാ ഭൂതങ്ങളെയും എളുപ്പത്തിൽ കീഴടക്കുവാനായിട്ട് കഴിയുന്ന ശക്തമായ ഒരു ആയുധം എനിക്ക് നൽകിയാലും. ശിവൻ സന്തോഷത്തോടെ സുദർശന ചക്രം നൽകി വിഷ്ണുവിനെ അനുഗ്രഹിച്ചു. സുദർശന ചക്രത്തിലെ ഉത്ഭവത്തിന് പിന്നിൽ വളരെ പ്രചാരമുള്ള ഒരു ഐതിഹ്യമുണ്ട്. ഈ സിദ്ധാന്തമനുസരിച്ച് സുദർശന ചക്രം സൃഷ്ടിച്ചത് സൂര്യരശ്മിയിൽ നിന്നാണ്. പ്രപഞ്ച ദൈവങ്ങളുടെ നിലനിൽപ്പിനായിട്ട് വിശ്വകർമാവ് മകൾ സജനയെ സൂര്യദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നാൽ സജനയ്ക്ക് സൂര്യന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിച്ചില്ല, ചൂട് കാരണം. സജന പിതാവായ വിശ്വകർമാവിനോട് തൻ്റെ സങ്കടം പറഞ്ഞു. തൻ്റെ മകളുടെ സങ്കടം തീർക്കാൻ ദുരനുഭവത്തിൽ ദുഃഖിതനായ വിശ്വകർമാവ് സൂര്യന്റെ തിളക്കം കുറയ്ക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം സൂര്യനിൽ നിന്ന് ചൂടധൂളികൾ ശേഖരിച്ച് 3 വസ്തുക്കൾ ഉണ്ടാക്കി. ഒന്ന് ശിവന്റെ തൃശൂലം, അടുത്തത് പുഷ്പക വിമാനം, മൂന്നാമത്തെ സുദർശന ചക്രം. മറ്റൊരു ജനകീയ വിശ്വാസം അനുസരിച്ച് ദ്വാപരയുഗത്തിൽ വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ അഗ്നിദേവനായ അഗ്നിയിൽ നിന്നും സുദർശന ചക്രം നേടിയതായി പറയപ്പെടുന്നു. വേദങ്ങളിലും പുരാണങ്ങളിലും സുദർശന ചക്രവുമായി ബന്ധപ്പെട്ട് വിവരണങ്ങൾ ഉണ്ട്. പ്രപഞ്ചത്തിലെ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനും ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുവാനും സുപ്രധാനമായ ആയുധമാണ് ഇത് പ്രധാനമായും വിശേഷപ്പെട്ടത്. മഹാവിഷ്ണുവും കൃഷ്ണനും സുദർശന ചക്രം പലതവണ ഉപയോഗിച്ചതായി പുരാണത്തിൽ പറയുന്നു. സതിയുടെ ശരീരം കഷങ്ങളായി ഭൂമിയിൽ പതിക്കുവാൻ മഹാവിഷ്ണു ഉപയോഗിച്ചത് സുദർശന ചക്രമാണ്. അവരുടെ പിതാവായ ദക്ഷൻ സംഘടിപ്പിച്ച യജ്ഞത്തിൽ വീണ് ജീവൻ നൽകിയ സതിയുടെ ശരീരം ശിവൻ വഹിച്ചു. പരമശിവൻ അതീവ ദുഃഖത്തിനായതിനനുസരിച്ച് ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. ഭഗവാൻ വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ 51 ശരീരഭാഗങ്ങൾ വീണ സ്ഥലം ശക്തിപീഠങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ശ്രീകൃഷ്ണ സുദർശന ചക്രം ഉപയോഗിച്ച് ശിശുപാലനെ വധിക്കാൻ ഭഗവാൻ കൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ചു. ജയദ്രഥനെ കൊല്ലുവാൻ സഹായിക്കാനും കുരുക്ഷേത്രത്തിൽ സൂര്യാസ്തമയ സമയത്ത്
മിഥ്യാധാരണ സൃഷ്ടിക്കാനും ഭഗവാൻ കൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം പൊക്കിയപ്പോൾ സുദർശന ചക്രം പിടിച്ചിരുന്നു. കൃഷ്ണൻ ശത്രു സംഹാരത്തിനായി നിരവധി തവണ സുദർശന ചക്രം ഉപയോഗിച്ചു. മകരം 1-ാം തീയതി എല്ലാ പുതിയ കർമ്മങ്ങൾക്കും തുടക്കം കുറിക്കുന്ന മാസം നീണ്ടു നിൽക്കും. മേടം, മിഥുനം ദേവന്മാരുടെ പകൽ എന്നറിയപ്പെടുന്ന ഉത്തരായണം കാലമാണ്. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ ഇത് പറഞ്ഞു, ഇത് പുരാണങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.